പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന് നല്ല തമ്പുരാന് നമുക്ക് നന്ദി പറയാട്ടോ. സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. കർത്താവിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കണം, അവിടുന്ന് നമ്മെ നോക്കിക്കൊള്ളും. ഇന്ന് പ്രത്യേകമായിട്ട് അച്ഛന് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? കുടുംബങ്ങളെ, നിങ്ങളുടെ ജീവിതം കർത്താവിന് വരമേൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളെ നോക്കിക്കൊള്ളും. ഷാലോൺ ടിവിയിൽ കുറച്ച് നാളുകളായിട്ട് അച്ഛൻ കാണുന്ന ഒന്നാണ് ഒത്തിരി കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളുടെയൊക്കെ കുഞ്ഞുങ്ങളോട് ചേർന്നുള്ള ഇൻ്റർവ്യൂസൊക്കെ കാണാറുണ്ട്. ഒത്തിരി സന്തോഷമാണ്. 5 കുഞ്ഞുങ്ങൾ, 7 കുഞ്ഞുങ്ങൾ, 8 കുഞ്ഞുങ്ങൾ, 10 കുഞ്ഞുങ്ങൾ ഒക്കെ ഈശോയുടെ ആ സ്നേഹത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ഒക്കെ വളർന്നു വരുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഷെക്കേന ടിവിയിൽ ന്യൂസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ക്രൈസ്തവരുടെ എണ്ണം, പ്രത്യേകിച്ച് ബർത്ത് റേറ്റ് ഒക്കെ വല്ലാതെ കുറഞ്ഞു വരികയാണ്. ഇന്ത്യയിലൊട്ടാകെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അണുകുടുംബങ്ങളായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞെന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പതിയെ വരികയാണ്. നിങ്ങൾ എന്തൊക്കെ അച്ഛനോട് എതിർത്ത് പറഞ്ഞാലും ഈശോയുടെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം അച്ഛൻ നിങ്ങളോട് പറയുകയാണ്. എന്താ ഈ കുടുംബത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ദ പ്രൊക്രിയേഷൻ ഓഫ് ദി ചിൽഡ്രൻ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സൃഷ്ടാവിനോടൊത്ത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് നൽകുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിളിയാ, കുടുംബജീവിതം നയിക്കുന്നവരുടെ വിളിയാ. അതൊരു സുവിശേഷ പ്രഘോഷണത്തിന് തുല്യമാ. ഓരോ കുഞ്ഞുങ്ങളും ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ജ്ഞാനസ്നാനം കൊടുത്ത് ക്രൈസ്തവ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ക്രിസ്തീയ ചൈതന്യത്തിലൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് അവർ ഓരോരുത്തരും മാറും. നിങ്ങൾ ഇനി ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളായ എങ്ങനെ, ആര്, എപ്പോൾ, എങ്ങനെ നോക്കൂ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾ കർത്താവിന് കൊടുക്കുക. ആ ഇൻ്റർവ്യൂസൊക്കെ ഒന്ന് എടുത്തു നോക്കി. എല്ലാവരും പറയുന്നത് എന്താ? കുഞ്ഞുങ്ങൾ കൂടുന്തോറും കർത്താവിൻ്റെ പരിപാലന ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടെന്നുള്ള എല്ലാ മാതാപിതാക്കളും പറയണേ. സത്യം അത്. നീ ദൈവത്തിന് കൊടുക്ക്, നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിക്ക്. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, എങ്കിലേ ആ ക്രിസ്തീയ ആ ഒരു സ്നേഹവും ക്രിസ്തുവിൻ്റെ ആ ഒരു കരുതലും ക്രിസ്തുവിൻ്റെ ആ ഒരു കൂട്ടായ്മയും ഒക്കെ എല്ലാവരിലേക്കും പ്രഘോഷിക്കാൻ വൈദികരുണ്ടാവുള്ളൂ, സന്യസ്തരുണ്ടാവുള്ളൂ, കൂടുതൽ കുടുംബങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ഭാര്യഭർത്താക്കന്മാരോടൊക്കെ അച്ഛൻ പറയുകയാണ്, ഈശോയുടെ മനസ്സിനോട് ചേർന്ന് നിന്ന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ പറയുകയാണ്, കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, അതിനുള്ള കൃപയും ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ ഹിതം ഭൂമിയിൽ നിറവേറ്റാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.